താഴെ കാണിക്കുന്ന ഈ നമ്പറിൽ വിളിക്കൂ. അതിന് തന്നെ സ്ഥലവും എല്ലാം കാണിക്കുന്നുണ്ട്, അങ്ങോട്ടെങ്കിലും വിളിക്കാം. ഇനി എന്ത് കാര്യത്തിന് വേണമെങ്കിലും വിളിക്കാം. ഇപ്പം സ്ഥലം നെടുകുന്നം, കോട്ടയം, കേരള, ഇന്ത്യ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ സ്ഥലമെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന ഗോഡൗണും എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നതാണ്. മറ്റേ എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ആദ്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വിറക് കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് വിറക് എടുത്തുകൊണ്ട് പോയാണ് കത്തിക്കുന്നത്. പിന്നെ പറയാനുള്ളതാണ്, ഇവിടെ നിന്നാണ് നമ്മൾ വിറക് എടുക്കുന്നത്. അപ്പം ഇവിടുന്ന് ഞങ്ങളും ചിലപ്പോഴൊക്കെ വിറക് എടുക്കാറുണ്ട്. ഇപ്പോൾ വലുതായിട്ടില്ല. അതൊക്കെ നമ്മളന്ന് ഞങ്ങളുടെ ട്യൂഷൻ വീടിന് മുന്നിൽ വലുതായിട്ട് അവിടെ ഇങ്ങനെ മരമൊക്കെ കാട് കുടിച്ചായിരുന്നു. മരങ്ങളൊക്കെ കുടിച്ചപ്പോൾ അവിടെ കുറേ തടികൾ കിട്ടി. തടിയെന്ന് വെച്ചാൽ ഇതുപോലത്തെ വിറകുകൾ. അപ്പോൾ കുറേ സ്ഥലങ്ങൾ കിട്ടി. ഒരു 600, 500, 100 കെട്ടുണ്ട്. അപ്പോൾ 100 കെട്ടിന് കുറേ രൂപ, 5, 50, 70 രൂപയെ കൊണ്ടേ ഉള്ളൂ. ശരിക്കും 70 രൂപ എത്ര കൊണ്ടേ ഉള്ളൂ. അപ്പം അതൊന്നും മേടിക്കണമെന്നൊന്നുമല്ല. അപ്പോൾ വില കുറവിനാണ് കിട്ടുന്നത്. അടുത്ത് നമ്മുടെ ഗോഡൗണിൻ്റെ അകത്ത് പോകുമ്പോൾ പാത്രങ്ങളാണ് ഇവിടെ. എന്താണ് അതിൻ്റെ പേര് പറഞ്ഞത്? കാസർഗോഡ് അതാണ്ട് അതിന് പേര് തോണ്ടിയിട്ടുണ്ട്. നമ്മളിത് കേറ്ററിങ്ങിനൊക്കെ പേ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതെല്ലാം സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് പോകണമെങ്കിൽ നമ്മൾ മേശയൊക്കെ ഇടല്ലേ, അതിന് വേണ്ടല്ലേ കറി വെക്കുന്നത്. അപ്പോൾ കറി വെക്കുമ്പോൾ ഇതിനകത്ത് തുറന്നു കൊടുക്കുക, അവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ വേണ്ട ഇതുപോലത്തെ ചെറിയ പാത്രം, കറി വെക്കുന്ന പാത്രങ്ങളുണ്ട്. ഒരു സൈസ് പ്രത്യേക പാത്രമാണ് ഇതാണ് ആ സൈസ് പാത്രം ആണ് വെക്കുന്ന പാത്രം. അപ്പം അത് ഇതിൻ്റെ മണ്ടയിലെടുത്ത് വെക്കും. ഇതിൻ്റെ മണ്ടയിലെടുത്ത് വെച്ചിട്ടാണ് കറി കൊടുക്കുന്നത്. അടുത്ത സാധനത്തിലേക്ക് പോവാം. നമ്മൾ അടുത്ത് കാണിക്കുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ തവികൾ, പാത്രങ്ങൾ. അപ്പോൾ ഇത് ഓരോ 100 കൂടുതലുണ്ട്. 100 കൂടുതലുണ്ട്. ഞാനൊരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഈ പാത്രങ്ങളിലെ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത്രയും മോഡൽ ഇന്നത്തെ കറി വെക്കും, അല്ലെങ്കിൽ നമ്മൾ സാലഡോ ചോറോ എല്ലാം കൊടുക്കുമ്പോൾ ഇതിട്ട് കോരി എടുക്കുവാണ്. അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പാത്രമാണ്. ഇതിനകത്താണ് ചോറും സദ്യയും എല്ലാം കൊടുക്കുന്നത്. പിന്നെ അടുത്ത് കാണിക്കാൻ പോകുന്ന തവികളുടെ കണക്ഷൻ. ഇതിനകത്ത് 2 മോഡലായിട്ടുണ്ട്. ഒന്നിത് ചോറും ബിരിയാണിയൊക്കെ കൊടുക്കുന്ന കൈ പോലത്തെ. ഇത്ര മോഡൽ. ഇത് നല്ല അടിപൊളി തവിയാണ്. അടുത്ത നെയ് തവിയാണ്, മണി അടിക്കുന്ന പോലത്തെ തവി. ഇതേ ഉള്ളൂ, ഇത്ര മോഡലേ ഉള്ളൂ. ഇതിന് വിലയൊന്നുമില്ല. ഇത് സ്പൂൺസാണ്. സ്പൂണുകൾ പറയുകയാണെങ്കിൽ ഇത്ര ചെറിയ സ്പൂണുകളാണ്. ആരും വിറ്റിക്കല്ലേ. പിന്നുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. ഇതിലും ഇത്ര വലിയ സ്പൂണുകൾ ആണുള്ളത്. പിന്നെ ഭയങ്കര കൂടുതലാണ് വേണ്ടത്. ചിലതൊക്കെ 1000 കൂടുതലുണ്ട്, ചിലതൊക്കെ 10 കൂടുതലുണ്ട്, ചിലതൊക്കെ 100 കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോവാം. ബിക്കോസ് ഇതാണ് നമ്മുടെ സ്വന്തം പായസം കൊടുക്കുന്നു, വെള്ളവും. അപ്പോൾ ഇതിന് പൊക്കം പോരാഞ്ഞിട്ട് ഇത് കട്ട വെച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുറേ ആളുകൾ ഇതുണ്ടോ കാസറോളൊക്കെ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മണിത് ആ കല്ലും വെച്ച്, പിന്നെ അപ്പുറത്തും കല്ല് വെച്ചു, പിന്നെ ഇതിവിടെയും വെച്ചു. ഇത് ഭയങ്കര എക്സ്പെൻസീവ് സാധനമാണ്, നല്ല അടിപൊളി പറഞ്ഞോ. എന്നാലും പിന്നെ കാൻഡി എന്ന് പറഞ്ഞാൽ അടിപൊളി കിടിലം ബ്രാൻഡിൻ്റെയാണ്. ഇവിടെ പറഞ്ഞ ബ്രാൻഡാണ്. ഇതിന് വില എന്ന് പറയുന്നത് 7200 രൂപയാണ്. അപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയതാണ് കോട്ടയത്ത്.
ഗൈസ് ഇതിന് 9,000-ന്റെ അടുത്ത് വരും. കാരണം പറയുകയാണെങ്കിൽ ഈ അടുപ്പിന് ഇത്ര വിലയുണ്ടെങ്കിലും ഇത് തീ വരുന്നത് ഭയങ്കര പതുക്കെയാണ്. ഇതിനകത്ത് നമ്മൾ ഈയിടെ ഒരാളുടെ കൈ പോയിട്ട് എന്ന് വെച്ചാൽ ഇവിടെ പണിക്കുന്ന ചേട്ടൻ്റെ കൈ പോയി, പക്ഷെ പൊള്ളിയില്ല. ഇതിലൊന്നും അങ്ങനെയില്ല. പക്ഷെ ഇതിനകത്ത് വേണം ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് അന്ന് ഈയിടെ ഒരാൾ ഒരിക്കലും പൊട്ടാതെ ഇരുമ്പിട്ട് കെട്ടി വെച്ചതാണ്. ആ ഇരുമ്പ് വരെ കത്തിപ്പോയി. അതാണ് ഇത് പണ്ടത്തെ 1990s കാലത്തൊക്കെ ഉള്ളതാണ്. പണ്ട് കാലത്ത് ഈ അടുപ്പ് ഭയങ്കര പഴക്കമുള്ളതാണ് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ സാധനം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ നമ്മുടെ ബോർഡിങ്ങനെ ഇത് പണിക്കൊക്കെ പോകുമ്പം ഇപ്പോൾ വർക്കിനൊക്കെ പോകുമ്പം ഇതിങ്ങനെ വെച്ചാൽ മതി. നമ്മുടെ പുതിയ മിക്സിയാണ്. അപ്പം നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ പഴയ മിക്സി നല്ല പുതിയ മിക്സിയാണ്. പിന്നെ ഇത് തുറക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിന് ഭയങ്കര വിലയാണ്. പിന്നെ ഇത് തുറക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് പൊടിയൊക്കെ കയറുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അവരോട് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് ഇതിനകത്തൊരു ചെറിയ പൊടി വീണാൽ വഴക്ക് വാങ്ങുന്നത് അങ്ങനെ. അപ്പം പിന്നെ ഇപ്പം ഭയങ്കര ഇതാണ് കറക്റ്റ് ഇതുപോലെ ലൈറ്റ് കൊടുത്ത് തുടങ്ങുന്ന സാധനമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ രാത്രി ലൈറ്റെല്ലാം കിട്ടും ഉപയോഗിച്ച് ചുമ്മാ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഓവൻ റോസ്റ്റർ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ഇവിടെ ഇങ്ങനെ തൂക്കി ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങണം. അങ്ങനെ കറക്കും ചിക്കൻ ഗ്രില്ല്. സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കഴിച്ചാൽ കേട്ടോ. അതുണ്ടോ ഉണ്ടോ ഇത് വൃത്തിയോടല്ലേ അതെന്നാന്നറിയില്ല. നമ്മളവിടെ ഭയങ്കര പഴക്കക്കാരല്ലേ. പഴക്കക്കാരെന്ന് പറഞ്ഞാൽ കളിയാക്കുന്നില്ല. ഇങ്ങനെ സാധനമാണ് അവർ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഈസ്റ്റേണിൻ്റെ ചില്ലി പൗഡർ. ഇത് നമ്മൾ കുറേ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പം നമുക്ക് അടുത്ത മീറ്റ് മസാല, മഞ്ഞപ്പൊടി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക്. അപ്പം അവിടെ നോക്കുവാണെങ്കിൽ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ഗൈസ് ഈ സാധനങ്ങളെല്ലാം ഈസ്റ്റേണിൻ്റെ സാധനങ്ങളാണ്. ഭയങ്കര വിലയാണ്. നമ്മൾ ഈ ഗോഡൗണിലെ പാത്രങ്ങൾ തന്നെ മേടിച്ചപ്പോൾ 1,00,000 അപ്പം ഇവിടെ കുറേ സാധനങ്ങൾ ഇനി കുറച്ച് സാധനങ്ങളൂടെ കൊണ്ട് കാണിക്കാം ഈ വീഡിയോ വഴി. നിങ്ങൾ പരാതി ഞാൻ പറയുന്നൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യുക. അതിനകത്ത് പണി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതിനകത്ത് തന്നെ വിളിക്കുക. ഈ നമ്പറിൽ തന്നെ വിളിക്കേണ്ടി വരും. നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം. ഗൈസ് അടുത്ത സാധനം പറയുകയാണെങ്കിൽ ഇതല്ല ഇതിലൂടെ വേറെ സാധനങ്ങളുണ്ട്. കപ്പാണ്. വെള്ളം കുടിക്കുന്ന കപ്പല്ല. ഇത് നമ്മളെന്തെങ്കിലും സാധനങ്ങൾ ചതച്ചരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗൈസ് അടുത്ത് ഈ സാധനമാണ്. ഇത് തീരാറായി. കാരണം ഇതിൻ്റെ ഉപയോഗം പെടുന്നതാണ്. കുറേ പണി വന്നുകൊണ്ട് ഇത് നമ്മൾ ഫുഡൊക്കെ പൊതിയുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ കാസറോളിനകത്ത് കൊണ്ടുപോകുമ്പം നമ്മൾ അതിൻ്റെ മണ്ടയിൽ ചെയ്തിട്ട് മൂടും. അതാണ് സാധനങ്ങൾ. അപ്പോൾ സാധനങ്ങൾ ഗുണമാണോ അത്. അപ്പോൾ നമ്മൾ കൈയിട്ട് അയൺമാൻ കളിച്ചതാണ് നമ്മളിപ്പം. പക്ഷേ ഈ സാധനം എന്നാന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻസിന് ചിലവർക്ക് അറിയായിരിക്കും. ക്രിസ്ത്യൻസിന് കാണുകയാണെങ്കിൽ ഞാൻ പൊക്കി പറഞ്ഞതല്ല. നമ്മൾ ക്രിസ്ത്യൻസ് പള്ളിപ്പെരുന്നാളൊക്കെ പോകും അല്ലേ. പള്ളിപ്പെരുന്നാൾ പോകുമ്പോൾ നമ്മളവിടെ പുഴുക്കൊക്കെ കിട്ടുമ്പോൾ ഇത്തിരി പാത്രത്തിലാണ് ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എന്താ ഇടുന്നതെന്ന് എനിക്ക് നമ്മൾ കപ്പയൊക്കെ എന്ന് വെച്ചാൽ കപ്പ പോലെ ഇങ്ങനെ ഇരിക്കുന്നവർക്ക് അപ്പോൾ പുഴുക്കും കപ്പയും ഇതൊക്കെ കൊണ്ടുവന്നാണ് ഇത്. നമുക്ക് അടുത്ത കാണിച്ചിലേക്ക് പോവാം. ഇവിടെ പണിക്കുന്ന ആൾക്കാർക്ക് കിടക്കാനുള്ള ബെഡാണ് ഇത്. 2 നിലയാണ്. ഇതിനകത്ത് 5-6 തൈരുകളുണ്ട്. ഇതിനകത്ത് 27 മുട്ടകളുണ്ട്. ഇതിനകത്ത് ഐസ്ക്രീമും ബട്ടറുകളും ഉണ്ട്. ബട്ടറും ഐസ്ക്രീമും ഉള്ളതാണ്. സിൻസ് ജോയ് ഐസ്ക്രീമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പുതിയതായിട്ട് വാങ്ങിയ ഫ്രിഡ്ജാണ്. ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഇതൊക്കെയാണ് ഇത്. അപ്പം നമ്മൾ നമ്മുടെ ഗോഡൗണിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഗോഡൗണിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയിട്ടുണ്ട്. ബൈ. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പണിക്ക് ഉപയോഗിക്കുന്ന വണ്ടികളാണ് പറയണേ. ഓക്കെ അടുത്ത് നമ്മുടെ വരുന്നത് നമ്മൾ പണി ചെയ്യുന്ന വണ്ടികളാണ്. അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇക്കയാണ് 1 വർഷമായിട്ടേ ഉള്ളൂ മേടിച്ചിട്ട്. പുതിയ വണ്ടിയാണ്. ഇപ്പം തന്നെ തുരുമ്പടിച്ച് തുടങ്ങിയ വണ്ടി വലിയ കുഴപ്പമില്ല. പിന്നെ വണ്ടി വരുമ്പോൾ ഈ പെയിൻറ്റ് ഇത് കറുപ്പ് കളറാണ്. അതിന് മേടിച്ചപ്പോൾ വൈറ്റ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഡിക്കിലാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ
ഓക്കെ അത് ഇതിൻ്റെ അകം ഇതാണ്. ഞങ്ങൾ പിന്നെ കുറേ ഒരു വർഷമായാലും മേടിച്ചിട്ട് പൊടിയൊക്കെ കാണും. അത് നിങ്ങളൊന്നും കാര്യമാക്കണ്ട, നല്ല വണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഇക്കോ. ഇതിന്റെ പേര് ഇത് കണ്ടപ്പോഴേ പറയുന്നുണ്ടപ്പോഴേക്കും മനസ്സിലായിട്ടാണ്. എൻ്റെ പേരാണ് റയാൻ ഇട്ട് വെച്ചിരുന്നത്. പിന്നെ അടുത്ത നമ്മുടെ കമ്പനിയുടെ ഇതിൻ്റെ വീട് വണ്ടി സ്റ്റോക്ക് അല്ല കേട്ടോ. ഓക്കെ നമുക്ക് അടുത്ത രണ്ടാമത്തെ വണ്ടിയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാത്തവർ ചെയ്യുക. ഒടിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ അടുത്ത രണ്ടാമത്തെ പുലിക്കുട്ടിയാണ്. ഇവൻ സൗണ്ട് കേട്ടോ, ടൂറിസ്റ്റ് സൗണ്ടാണ്. നമ്മുടെ കമ്പനി നമ്മുടെ അശോക് ലൈലാൻഡാണ്. ഇവർ കഴിക്കൂടും അതിൻ്റെ എയർ ഹോണുള്ള വണ്ടിയാണ്. പിന്നെ നമ്മൾ പോയിട്ട് പിന്നെ കാണിച്ചത് വാങ്ങണം. MBD പഠിപ്പിക്കുന്ന നല്ല ചെയ്യല്ലേ. ഇത് അശോക് ലൈലാൻഡ്. പിന്നെ ഫ്യൂഡൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പേരൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതാണ് അവൻ്റെ മുടി. ഞാനിവരെ ടെമ്പുക്കുട്ടാന്ന് കളിക്കുന്നു. ടെമ്പുക്കുട്ടൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതാണ് നമ്മുടെ വണ്ടി. AC വണ്ടിയാണ്. ഭയങ്കര എക്സ്പെൻസീവൊക്കെ. നമുക്ക് കൊമ്പനൊക്കെ ഇതുപോലത്തെ സ്റ്റീറിങ്ങാണ്. നമുക്ക് കയറി പോകണം. നല്ല മണക്കെയാണ്. നല്ല അടിപൊളി വണ്ടിയാണ്. സെറ്റ് വണ്ടിയാണ്. മസ്താങ്ങിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചത് ഞാനാണ്. എൻ്റെ പണിയാന്ന് ഇവിടേക്ക്. അപ്പം നല്ല സെറ്റ് വണ്ടിയാണ്. പറപ്പിച്ച് വിടും വണ്ടി. ബ്രേക്കിന് നേരെ കടിയൊക്കെ ഉണ്ട്. ബ്രേക്കിനുള്ള ആളാണ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. PS ഹോണ്ട ഷൈൻ 100 എന്ന് പറഞ്ഞ വണ്ടി. മിനിഞ്ഞാന്ന് അയച്ച വണ്ടിയാണിത്. പിന്നെ ഇതുകൂടെ ഉണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഇതുപോലെ ഉണ്ട്. പിന്നെ താക്കോല കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചാണ്. പക്ഷെ എടുക്കാനും പറ്റില്ല. തന്നെ താക്കോലാണോന്ന് അറിയില്ല. നമുക്കിത് അടച്ചേക്കാം. പിന്നെ ഈ വണ്ടി അടുത്ത വണ്ടിയാണ്. പിന്നെ നമ്മൾ സ്വിഗ്ഗി പോലെ ഓർഡറിനൊക്കെ കൊണ്ടുപോകണം. അപ്പം ഞങ്ങൾ പുതിയ ഹോട്ടൽ തുടങ്ങിയാക്കാനോ ഇല്ലല്ലേ. ഞങ്ങൾ പുതിയ ഹോട്ടലൊക്കെ തുടങ്ങി. ഇന്ന് കളയിനിക്കാടാണ് സാർ. ഈ വണ്ടി കോട്ടയത്തുള്ളവർക്ക് മാത്രം. ഇപ്പോൾ കോട്ടയത്തിന് പുറത്തുള്ള എന്നുവെച്ചാൽ ഡിസ്ട്രിക്റ്റാണ് കോട്ടയം. കോട്ടയത്തിന് പുറത്തുള്ളവർക്ക് ഈ വണ്ടി പോകുമെന്ന് എനിക്കറിയില്ല. കോട്ടയത്തിനുള്ളിൽ കറുകച്ചാലിന് എഴുതുന്ന മണിമല അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം വണ്ടി ഓടുന്നതാണ്. കടയിനിക്കാടാണ് ഞങ്ങളുടെ ഹോട്ടൽ, ജോസഫ് ഡ്രീംസ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തോണേ. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ.